സ്നേഹഗായികി. അർജുന മാഷ് മറക്കാൻ പറ്റാതെ എൻ്റെ അച്ഛൻ്റെ പാട്ടെന്ന് പറയുന്നത് അച്ഛന് ഇഷ്ടപ്പെട്ട സ്നേഹഗായികെ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും ആ നല്ല ഗാനോത്സവമെന്നു തുടങ്ങും സ്നേഹഗായികെ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും ആ നല്ല ഗാനോത്സവമെന്നു തുടങ്ങും എൻ സ്വപ്നലേല പുഷ്പങ്ങൾ നിൽച്ചാരിത്തൂവും നിൽഗാന പല്ലവി കേട്ടൻ പൊന്നമ്പലം അണിയോ മാതകതനേ കരുതരാകും സ്നേഹഗായികെ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും ആനന്ദ ഗാനോത്സവമെന്നു തുടങ്ങും എന്തൊരു ബ്യൂട്ടിയാണ്. അതാണ് അർജുന മാഷ്. അയ്യോ അതിൻ്റെ പോകുന്നില്ല തലേന്ന്. പല പാട്ടുകളും അങ്ങനെയല്ലേ ചേട്ടാ, പാടിക്കഴിഞ്ഞാൽ കമ്പോസർ മാഷ് ഇതും കമ്പോസർ അങ്ങനെ കണ്ടാൽ ഇങ്ങനെ കമ്പോസ് ചെയ്യുന്ന ആളെ തോന്നില്ല. ഒന്നുമില്ല എന്നിട്ടുണ്ടിരിക്കും ഭയങ്കര കമ്പോസർ. രാജേച്ചിക്ക് ഒരു ലിസ്റ്റ് പാട്ടുകൾ പഠിക്കാനായിട്ട് അയച്ചു കൊടുത്തു എന്ന് പറയായിരുന്നു രാജേച്ചി ഒരു ദിവസം. ഞാൻ അയച്ചു കൊടുത്തല്ലേ ഒരുപാട് പാട്ടുകൾ. എൻ്റെ അടുത്ത് ചേട്ടൻ ചോദിച്ചു, നീ പാട്ടൊന്നും പഠിക്കണ്ട കേട്ടോ, ഈ പാട്ടുകൾ പഠിച്ചാൽ മതി, നീ ക്ലാസിക്കൽ മ്യൂസിക് ഹിന്ദുസ്ഥാനി ഒന്നും പഠിക്കണ്ട. പക്ഷെ അത് വളരെ സത്യമാണ്. അപ്പോൾ ഓരോ പാട്ടുകളും ഓരോ പാഠപുസ്തകമാണ്, അത്രയുണ്ട് പഠിക്കാൻ. ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ ഇരുത്തി പാടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ സമയത്തിൻ്റെ ഒരു ഇതുണ്ട്. ചേച്ചി പോലെ ഇത്ര ടാലന്റഡ് ആയിട്ട്. അയ്യോ അല്ല, ചേട്ടൻ ഇപ്പം നേരത്തെ നമ്മളോട് പറഞ്ഞു ജാനകിയമ്മയും സുശീലാമ്മയെ കണ്ടപ്പോൾ ചേട്ടൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഫീലിംഗ് ആണ് എനിക്ക്. ഇപ്പം ചേട്ടൻ്റെ അടുത്ത് ഇരുന്ന് ഇത്രയും പാട്ടിൽ പാടണു, ഇവിടെ വിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ഞാൻ വേറൊരു ഈ ലോകത്തിനെ കുറിച്ച് ഇനി ഞാൻ ഇങ്ങനെ ഡ്രീം ചെയ്തുകൊണ്ടേ ഇരിക്കും. ഒരു ചെറിയ ഒരു രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട്, അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ചേട്ടൻ്റെ പാട്ട് പുതിയ, ഇപ്പോൾ നമ്മൾ പഴയ പാട്ടിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പുതിയതിലേക്ക് കയറിയിട്ടില്ല. ഇപ്പോൾ പ്രേമിക്കുമ്പോൾ എന്ന പാട്ട് സോൾട്ട് ആൻഡ് പെപ്പറിൽ, അത് ഭയങ്കര ഹിറ്റായിട്ട് ഇങ്ങനെ FM കൂടെയും TV കൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കുട്ടി ഇങ്ങനെ പാട്ടിനെ കുറിച്ച് അങ്ങനെ പാട്ട് പാടിയത് ആരാണെന്നൊന്നും അതൊന്നും അറിയൊന്നുമില്ല, പാട്ട് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു. അപ്പോൾ എൻ്റെ അടുത്ത് ഈ പാട്ട് FM ഇങ്ങനെ പാട്ട് പ്ലേ ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തൊരു പാട്ടല്ലേ ചേച്ചി. ഞാൻ പറഞ്ഞു, ശരിക്കും ഇതാരായിരിക്കും ഇതാരാ പാടിയിരിക്കണേ? അപ്പം ഞാൻ പറഞ്ഞു, ഇത് കണ്ടപ്പോഴേക്കും ഈ കുട്ടി ഞാൻ പറയണത് കേൾക്കാണ്ട് തന്നെ പറയാം, ഇതാരാണെങ്കിലും ഐ എം ഇൻ ലവ് ഇയാളുമായിട്ട്. ഇയാളെ ഞാൻ കണ്ട ഇപ്പൊ കെട്ടിപ്പിടിച്ചൊരു അത്രയ്ക്ക് ആരാധന. അപ്പം ഞാൻ ആളാരാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആരായിരിക്കും, ആരെങ്കിലും അല്ല ചെന്നൈയിലുള്ള ആരെങ്കിലും, ഇത് കുറെ പേരൊക്കെ കുറെ പയ്യന്മാരുടെ കാർത്തിക് അങ്ങനെയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് പാടിയത് P. ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ്. കുട്ടി ഇങ്ങനെ അന്തം വിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുന്നു. അല്ല ചേട്ടനോട് പറയുമ്പോ ചേട്ടൻ എന്നോട് അറിയാം എവിടെ ആ കുട്ടി. അല്ല അതാണ് ഇപ്പൊ ചേട്ടൻ നമ്മളെല്ലാരും വിളിക്കണത്. ഇപ്പോഴും ആ ചേട്ടന്റെ ആ ഒരു വളരെ യൂത്ത്ഫുൾ ആണ് ചേട്ടൻ, പാട്ടിൽ മാത്രല്ല ഡിസ്കസ് ചെയ്തിരുന്നു. അതെ അതെ. ഇനിയും ഈ മധുചന്ദ്രിക ഇങ്ങനെ ഉദിച്ച് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം വരാൻ പറ്റിയതിൽ. താങ്ക് യു. നമസ്കാരം.